മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ എരുമേലി പേട്ടതുള്ളൽ ഇന്നുണ്ടാകും. അയ്യപ്പ ഭക്തരും വിശ്വാസികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് പേട്ടതുള്ളൽ ദർശിക്കാൻ എരുമേലിയിലെത്തുക. മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ എരുമേലിയിൽ നിന്നും രാഹുൽ സുരേഷ് സന്നിധാനത്തു നിന്നും ചേരുകയാണ്. ആദ്യം ടോബിയിലേക്ക് പോകുന്നു. ടോബി, ഗുഡ് മോർണിംഗ് അഗെയിൻ. അങ്ങനെ പേട്ടത്തുള്ളലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അവിടെ പിറകിൽ കാണാം, വലിയ ആഹ്ലാദത്തിലാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ഭക്തരെല്ലാവരും ഉള്ളത്. ഒപ്പം തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു വൈബ്? നല്ല എന്താ പറയുന്നത്, നല്ല എനർജി ഉണ്ട് പുറകിലുള്ളവർക്ക്. പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയുന്നത്, ഇത് വർഷങ്ങളായി നടക്കുന്നതാണ് ഈ പേട്ടതുള്ളലല്ലേ. വേണമെങ്കിൽ തുള്ളാവുന്നതാണ്, ഇങ്ങനെ തുള്ളിക്കൊണ്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഒരു തുള്ളാന്നതിന് വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് എരുമേലി എന്ന് പറയുന്നത്. അതുതന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ പേട്ടതുള്ളൽ ദിവസം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിനും ഭാരതത്തിനും ഒക്കെ തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഈ എരുമേലിയിലെ പേട്ടതുള്ളൽ. മകരവിളക്കിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ പേട്ടതുള്ളൽ ചടങ്ങ് നടക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്നലെ ചന്ദ്രക്കുടം നടന്നിരുന്നു. എന്തായാലും പേട്ടതുള്ളൽ കൃത്യം 10 മണിക്ക് നടക്കും. ആദ്യം എത്തുന്നത് അമ്പലപ്പുഴ സംഘമാണ്. അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘം എത്തി ഈ കൊച്ചമ്പലത്തിൽ കയറി അവിടെ നിന്നും തിടംപേറ്റി, അയ്യപ്പൻ്റെ തിടംപേറ്റി തൊട്ടടുത്ത് കാണുന്ന, അതായത് ഒരു റോഡിൻ്റെ തൊട്ട് മുന്നിലാണ് നൈനാർ പള്ളിയുള്ളത്, ബാബരുടെ പള്ളിയുള്ളത്. ആ പള്ളിയിലെത്തി വണങ്ങി അതിൽ വലം വെച്ച് തിരിച്ച് വലിയമ്പലത്തിലേക്ക് പോകും. അപ്പോൾ ഒപ്പം ബാബരുടെ പ്രതിനിധിയും കൂടി ആ കൂടെ പോകും. അങ്ങനെയാണ് ഈ പേട്ടതുള്ളൽ ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ഐതിഹ്യമുണ്ട്. അയ്യപ്പൻ മഹർഷി നിഗ്രഹത്തിന് പോയപ്പോൾ ഒപ്പം ബാബരും ഉണ്ടായിരുന്നു. ആ മഹർഷി നിഗ്രഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ പേട്ടതുള്ളൽ നടത്തുന്നത്. വർണ്ണങ്ങൾ വാരി വിതറി, അതുപോലെ തന്നെ മരച്ചില്ലകളും അതുപോലെ തന്നെ ശരങ്ങളും ഗതയുമൊക്കെ ആയിട്ട് അവരിങ്ങനെ പേട്ടതുള്ളുകയാണ്. വലിയൊരു ഐതിഹ്യമാണ് ഇതിനുള്ളത്. വിശ്വാസപരമായി നോക്കുകയാണെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന ഓരോ അയ്യപ്പനും, കന്യയ്യപ്പന്മാരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി ഈ പേട്ടതുള്ളിയാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളലുള്ളത്. അവരും എത്തിയതിന് ശേഷം വലിയമ്പലത്തിലേക്ക് പോകും. നൈനാർ പള്ളിക്കുള്ളിലേക്ക് അവർ കയറില്ല. അതിനുള്ള കാരണം ബാബർ അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വലിയമ്പലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തി ഈ പള്ളിക്ക് മുന്നിൽ വണങ്ങിയതിന് ശേഷമാണ് ആലങ്കോട് സംഘവും പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും പമ്പയിലേക്ക് പോകും. പമ്പയിൽ ചെന്ന് പമ്പ സദ്യയും അതുപോലെ തന്നെ പമ്പ വിളക്കുമൊക്കെ നടത്തി അവർ ശബരിമലയിലേക്ക് മകരവിളക്കിന് വേണ്ടി കയറും. അങ്ങനെയാണ് ആ ചടങ്ങ് നടക്കുന്നത്. എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ്, സന്തോഷത്തിലും ആ വിശ്വാസ പെരുമയിലും എല്ലാ ആചാരങ്ങളും നിർത്തിക്കൊണ്ട് തന്നെ ആ ചടങ്ങുകൾ നടക്കുകയാണ്. ഏകദേശം 10:30 തന്നെ ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കും. അതിനു മുന്നോടിയായിട്ട് ശ്രീകൃഷ്ണപ്പരുന്ത് ഒരു വട്ടമിട്ട് പറക്കും. അപ്പോഴാണ് അവരുടെ ചടങ്ങ്, ആ പേട്ടതുള്ളൽ ചടങ്ങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളലിന് തൊട്ടു മുമ്പ് വെള്ളി നക്ഷത്രം വാനിൽ ഉദിക്കുമെന്നാണ് ഒരു വിശ്വാസം. അതും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ ചരിത്രപരമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. എന്തായാലും ഇതിനോടകം തന്നെ നിരവധി ഭക്തർ, ഇത്തവണ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു രാവിലെ തന്നെ എന്തായാലും നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. എരുമേലി ഭാഗത്ത് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗതാഗത നിയന്ത്രണങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഓരോ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ഇതുപോലെ കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മഹിഷിയെ നിഗ്രഹിച്ചതാണ്, തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് വൈബിൽ നിറയെ കുങ്കുമവും കളറും ഒക്കെ അണിഞ്ഞിട്ടാണ് അയ്യപ്പന്മാരിങ്ങനെ തുള്ളിപ്പോകുന്നത്. ടോബിക്കും രാവിലെ അവർക്കൊപ്പം ചേർന്ന് കുറച്ച് നേരം ഈ വാർത്തകളുടെ തിരക്കിൽ നിന്ന് അല്പസമയം അവരുടെ കൂടെ ആഹ്ലാദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ദിവസത്തേക്കുള്ള എനർജി ചാർജാവും. ഇനി സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് കൂടി ചേരുന്നുണ്ട്. അവിടെ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത് അല്ലേ രാഹുൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാഹുൽ. സന്നിധാനത്ത് എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്? എന്താണ് അവിടെ നിന്നും പറയാനുള്ളത്? പ്രവിത, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മകരവിളക്ക് ദർശിക്കുക, മകരവിളക്ക് കണ്ട് തൊഴുക എന്ന് പറയുന്നതൊക്കെ പുണ്യമായി കാണുകയാണ്. അത് മകരവിളക്കിനായുള്ള കാത്തിരിപ്പ് ഇനി 2 ദിവസം കൂടി മാത്രമാണ്. 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും സുഗമമായ ദർശനം നൽകുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതിനുവേണ്ടിയുള്ള ചില ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എരുമേലിയിൽ പേട്ടതുള്ളൽ നടക്കുന്നതിനാൽ കൂട്ടമായി തന്നെ തീർത്ഥാടകർ ഈ കാനന
കാനനപാതയായ മുക്കുഴി വഴി സന്നിധാനത്ത് എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നിയന്ത്രിക്കുകയാണ് നിലവിൽ പോലീസ്. അതായത് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്ന തീർത്ഥാടകരെ മാത്രമാണ് മുക്കുഴി വഴി സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. സ്പോട്ട് ബുക്കിങ്ങിന് താല്പര്യമുള്ള തീർത്ഥാടകർ, സ്പോട്ട് ബുക്കിംഗ് നടത്തേണ്ട തീർത്ഥാടകർ നിലയ്ക്കലിലെത്തി തന്നെ സ്പോട്ട് ബുക്കിംഗ് നടത്തണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല 5000 പേരിലേക്ക് സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ പമ്പയിലെ നിയന്ത്രണങ്ങളാണ്. നിലവിൽ മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ നാളെ രാവിലെ 8 മണി മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ പമ്പയിലെ പാർക്ക് നിരോധിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ തിരികെ നിലയ്ക്കലിൽ പോയി പാർക്ക് ചെയ്യണമെന്ന് പറയുന്നു. അതുമാത്രമല്ല വെർച്വൽ ക്യൂവും നാളെ മുതൽ നിയന്ത്രിക്കുകയാണ്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.